ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള മക്കളെ, കൈയിട്ട് ഈശോയുടെ സവിധത്തിലേക്ക് എല്ലാ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പുലർകാലം നല്ലതാണ്. നമ്മൾ കുടുംബം ഒരുമിച്ചാണിപ്പോൾ. ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ കൈയിട്ട് ഈശോയുടെ തിരുമുഖം ദർശിച്ചുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു കണിയാണത്. ഈശോയെ കണ്ടുകൊണ്ട് നമ്മൾ ജീവിതം തുടങ്ങാൻ പോവുകയാണ്. നമുക്കൊരുങ്ങാം, ചേർന്ന് നിൽക്കാം. ഒരു വചനത്തോടു കൂടെ നമുക്കിന്ന് ആരംഭിക്കാം. 1 പത്രോസ് 1-ാം അധ്യായം 18-19 വചനം. പ്രിയ മക്കളെ, നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച ജീവിത ശൈലിയിൽ നിന്ന് നിങ്ങൾ വിടുതൽ പ്രാപിച്ചത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. മറിച്ച് നിഷ്കളങ്കവും നിഷ്കപടവുമായ കുഞ്ഞാടിൻ്റേതുപോലുള്ള രക്തത്താൽ, ഈശോയുടെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മൾ. അങ്ങനെയാണ് നമ്മൾ വിടുതൽ പ്രാപിച്ചത്, കർത്താവിൻ്റെ രക്തത്താൽ. നമ്മൾ ഈ ദിവസങ്ങൾ അതൊക്കെ അനുഭവിച്ചറിഞ്ഞു. നമ്മൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു, നമ്മൾ വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. അത് സ്വർണമോ വെള്ളിയോ കൊണ്ടോ ഭൗതിക വസ്തുക്കൾ കൊണ്ടോ അല്ല. നിഷ്കളവും നിഷ്കളങ്കവും നിഷ്കപടവുമായ കുഞ്ഞാടിൻ്റേതുപോലുള്ള ഈശോയുടെ രക്തത്താൽ. നന്ദി പറഞ്ഞേ, നമ്മൾ വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞു. ഈശോയുടെ രക്തം എല്ലാത്തിനും മതിയായതാണ്. അപ്രകാരം നമ്മൾ സ്വതന്ത്രരായി, നമ്മൾ സന്തോഷമുള്ളവരായി, നമ്മുടെ ദുഃഖങ്ങളെല്ലാം പോയി. നമുക്ക് പുലർകാലത്ത് കെട്ടപ്പെട്ട ഈശോ നൽകുന്ന വാഗ്ദാനം സ്വീകരിക്കാൻ ഒരുങ്ങാം. അതിനെന്തൊക്കെ ചെയ്യണം? കുടുംബം ഒരുമിച്ച് നിൽക്കണം, മുട്ടുകുത്തി നിൽക്കണം, മുൾക്കിരീടം എടുത്ത് തലയിൽ വെക്കണം, മണ്ണോ കല്ലോ ഒക്കെ കരുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് മുട്ടുകുത്തണം. എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു സഹനമാണ്. ഈശോ തരുന്ന വാഗ്ദാനങ്ങളിൽ ഒന്ന് അതാണ്. ആരൊക്കെ പുലർകാലത്ത് എഴുന്നേറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചിന്തിയ രക്തത്തെ ധ്യാനിച്ചുകൊണ്ട്, ആ സഹനം ധ്യാനിച്ചുകൊണ്ട് എൻ്റെ സവിധത്തിൽ നിൽക്കുന്നോ, അവരുടെ കെട്ടുകൾ ഞാൻ അഴിക്കും. അതാണ് വാഗ്ദാനം. അതിനാണ് കെട്ടപ്പെട്ട ഈശോ നമുക്ക് വേണ്ടി ഇവിടെ സന്നിഹിതനായിരിക്കുന്നത്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ആദ്യം ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലാം. ആദ്യം ഈശോയ്ക്ക്, ജീവിത പങ്കാളിക്ക്, മക്കൾക്ക്, മാതാപിതാക്കൾക്ക് ഒരു വലിയ അഭിഷേകമാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒത്തിരി മക്കൾ വ്യാഴാഴ്ചകളിൽ പിയോഫോൻ ധ്യാന കേന്ദ്രത്തിൽ കടന്നു വന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ മുഖ്യമായിട്ടും പറയുന്നൊരു നല്ല കാര്യം എന്താണെന്നറിയാമോ? അച്ഛാ, ഞങ്ങളെ കുടുംബം വളരെയേറെ ദുഃഖത്തിലായിരുന്നു, ഒരു നരകമായിരുന്നു. പരസ്പരം മനസ്സിലാവുന്നില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല, ബഹുമാനിക്കാൻ പറ്റുന്നില്ല, ആസ്വാരസ്യങ്ങളായിരുന്നു. പക്ഷെ ഞങ്ങൾ സ്തുതി ചൊല്ലി തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങളുടെ കുടുംബാന്തരീക്ഷം ആകെ മാറി. നമുക്ക് സങ്കീർത്തകനോട് ചേർന്നുകൊണ്ട് ഈ പുലർകാലത്ത് ഈശോയ്ക്കൊരു നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു, കർത്താവേ നിൻ കരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു. കർത്താവേ, എല്ലാം നിൻ്റെ ദാനമാണ്. ശാന്തമായ ഒരു സായങ്കാലം, ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലം, പ്രസരിപ്പോടെ ഉണരാൻ ഞങ്ങൾക്ക് ലഭിച്ചൊരു വലിയ പ്രഭാതം, എല്ലാം നിൻ്റെ ദാനമാണ്. എല്ലാത്തിനും ഞാനും എൻ്റെ കുടുംബവും 1000 നന്ദി പറയുന്നു. എപ്പോഴും നന്ദി പറയുക. നമുക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് തമ്പുരാൻ തന്നിരിക്കുന്നത്. നമുക്ക് ചേർന്ന് നിൽക്കാം, നമുക്ക് മുട്ടുകുത്തി നിൽക്കാം. മുൾക്കിരീടം കരുതിയിട്ടുള്ളവർ അതെടുത്ത് തലയിൽ വയ്ക്കുക, മണ്ണോ കല്ലോ കരുതിയിട്ടുള്ളവർ അതിൻ്റെ പുറത്തെടുത്ത് മുട്ടുകുത്തുക. ഈ സഹനത്തോട് നമുക്ക് ചേരാം. 3 നിയോഗങ്ങൾ നമ്മൾ വയ്ക്കാൻ പോവുകയാണ്. നമുക്ക് ആദ്യത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം. 1-ാമത്തെ നിയോഗം വിശാലമാണ്. എല്ലാ മനുഷ്യരെയും നമ്മൾ സമർപ്പിക്കാൻ പോവുകയാണ്. ഏറെ പ്രത്യേകിച്ച് നമ്മളെക്കാൾ നിർഭാഗ്യരായവർ, യുദ്ധം, ദാരിദ്ര്യം, പട്ടിണി, അപകടം,
ആപത്ത്, പ്രകൃതി ദുരന്തങ്ങൾ, എന്തെല്ലാം ഒത്തിരിയേറെ മക്കൾ ഇന്ന് കരയുന്നുണ്ട്, വിലപിക്കുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്. അവരെയൊക്കെ നമുക്കെടുത്ത് ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഈശോ പറഞ്ഞില്ലേ, ഞാനീ പ്രസംഗിച്ചത് മുഴുവൻ എന്തിനാ? എല്ലാവരും സന്തോഷിക്കാൻ വേണ്ടിയാണ്, എല്ലാവരുടെയും സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയാണ്. കൈനീട്ടി പിടിച്ചേ ചൊല്ല, ലോകരക്ഷകനായ ഈശോയെ, അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല. നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ. സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ, ആമേൻ. കൈകൾ കൂപ്പി ഈശോയെ നോക്ക്. രണ്ടാമത്തെ നിയോഗം, ആഗോള കത്തോലിക്ക സഭ കടുകമണിയിൽ നിന്ന് പടുവൃക്ഷത്തിലേക്കുള്ള ഒരു ഉണർത്തലാണല്ലോ കത്തോലിക്ക സഭ. അതിലായിരിക്കുന്നതിൽ അഭിമാനിക്കുക, സന്തോഷിക്കുക. നമുക്ക് എല്ലാ തനയന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഏറെ പ്രത്യേകിച്ച് ഇന്ന് മിഴി തുറന്ന് ജീവിതത്തിലേക്ക് വന്ന പൈതങ്ങൾ എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും വിശ്വാസത്തിലും സ്നേഹത്തിലും ദൈവഭയത്തിലും വളരട്ടെ. കൈകൾ നീട്ടിപ്പിടി, ഏറ്റുചൊല്ല്. ലോകരക്ഷകനായ ഈശോയെ, അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല. നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ. സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ, ആമേൻ. കൈകൾ കുപ്പി ഈശോയുടെ മുഖം ഒരിക്കൽ കൂടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കാം. നമുക്ക് മൂന്നാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായതോ കുടുംബപരമായ ഒരു നിയോഗമാണ്. എന്തുമായിക്കോട്ടെ, അത് ഈശോയുടെ കെട്ടുകളിലേക്ക് എടുത്ത് വയ്ക്കാൻ പോവുകയാണ്. സാമ്പത്തിക കടബാധ്യത, ഒരുപക്ഷെ മാനസിക സമ്മർദ്ദങ്ങൾ, മാരകമായൊരു രോഗം, ദാമ്പത്യ ജീവിതം, മക്കൾ, അവരുടെ സ്വപ്നങ്ങൾ, ഒരു ഭവനം, ഒരു ഇഞ്ച് ഭൂമി. എന്തൊക്കെയാണ് നിൻ്റെ സ്വപ്നങ്ങൾ? എന്തൊക്കെയാണ് നിൻ്റെ തടസ്സങ്ങൾ? ഇന്ന് നേരിടുന്നത് എന്തൊക്കെയാണ്? അത് വിശ്വാസപൂർവം, പ്രത്യാശപൂർവം കെട്ടപ്പെട്ട ഈശോയുടെ ആ കെട്ടിലേക്കൊന്ന് വെച്ചു കൊടുത്ത് ഈശോ വാഗ്ദാനത്തിൽ പറയുന്നു, ആരൊക്കെ പുലർകാലത്തുണർന്ന് എൻ്റെ സഹനത്തെ ധ്യാനിച്ചുകൊണ്ട് എന്നോടൊപ്പം നിൽക്കുന്നുവോ അവൻ്റെ കെട്ട് ഞാൻ അഴിക്കും. വിശ്വസിക്കുക. കൈകൾ നീട്ടിപ്പിടി, പ്രാർത്ഥിച്ച്. ലോകരക്ഷകനായ ഈശോയെ, അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല. നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ. സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഈശോ നോക്കി നന്ദി പറഞ്ഞ്. ഒരു രോഗസൗഖ്യം സംഭവിച്ചിട്ടുണ്ട്. മനസ്സിൻ്റെ ഒരു കെട്ടഴിഞ്ഞു പോയി, ഒരു ഭാരം അഴിഞ്ഞു പോയി. എൻ്റെ ജീവിതത്തിലേക്ക് പ്രത്യാശ കടന്നു വന്നിരിക്കുന്നു. ജീവിക്കാനുള്ള പ്രേരണ കിട്ടിയിരിക്കുന്നു. കാലുകൾക്ക് ബലം കിട്ടിയിരിക്കുന്നു. നിൻ്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നു. നന്ദി പറഞ്ഞേ. ഒപ്പം ഈശോയോട് പറ, ഞാനും എൻ്റെ കുടുംബവും PO ഭവൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വ്യാഴാഴ്ച കടന്നു വരും. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും എണ്ണി 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 ഈശോയുടെ മുമ്പിൽ, അനേകം മക്കളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തും.
അങ്ങനെ ഈശോയ്ക്ക് മഹത്വം കൊടുക്കും. ഈശോയോട് പറ, ഈശോ നിന്നെ അനുഗ്രഹിക്കും. നിൻ്റെ കെട്ടുകളെല്ലാം അഴിഞ്ഞിട്ടുണ്ട്, നിൻ്റെ വഴികളെല്ലാം ക്രമപ്പെടുത്തിയിട്ടുണ്ട്. നിനക്ക് സാധിക്കും നിൻ്റെ കുടുംബത്തോടൊപ്പം PO ഭവനിലേക്ക് വരാൻ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നിങ്ങൾക്കായുടെ കൗൺസിലിംഗ് ശുശ്രൂഷ ഒരുക്കിയിട്ടുണ്ട്. വ്യാഴാഴ്ച 9:30 ശുശ്രൂഷ ആരംഭിക്കും. ഒരുക്ക ശുശ്രൂഷ, വചന ശുശ്രൂഷ, ഗാന ശുശ്രൂഷ, കൗൺസിലിംഗ്, കുമ്പസാരം, ദിവ്യബലി, സ്നേഹവിരുന്ന്, അപൂർവങ്ങളിൽ അപൂർവമായ കയ്യറ്റീശോടുള്ള നൊവേന, നിയോഗം ചേർത്ത് വെച്ചുകൊണ്ട് ആരാധന, അഭിഷേകം. എല്ലാ മക്കളെയും ഞാൻ സ്നേഹപൂർവ്വം വാത്സല്യപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു. മക്കളെല്ലാവരും വരണം. നിങ്ങളെ കെട്ടുകളഴിയും. അത് അനേകർക്ക് സാക്ഷ്യപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റും. ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കും. ചേർന്ന് നിന്നേ. എനിക്ക് ലഭിച്ച പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ ഞാൻ നിങ്ങളെ ഒന്ന് ആശീർവദിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിൽ മേഖലകളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.